നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. നോക്കാം ആദ്യം പ്രധാന വാർത്ത. ഓഫീസ് തർക്കത്തിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നതിനിടെ VK പ്രശാന്തിനെ നേരിൽ കണ്ട് ശ്രീലേഖയുടെ അനുനയ നീക്കം. ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ തമ്മിൽ നിങ്ങൾ ചെറിയ സഹോദരനോടെന്ന പോലെ അഭ്യർത്ഥിച്ചതാണെന്ന് വിശദീകരണം. കരാർ തീരും വരെ ഓഫീസ് ഒഴിയില്ലെന്ന് പ്രശാന്ത്. ശ്രീലേഖയ്ക്കെതിരെ വാളെടുത്ത CPM നേതാക്കൾ. ചിറ്റൂരിലെ 6 വയസ്സുകാരന്റെ മരണത്തിൽ ദുരൂഹത. സുഹാനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ നിന്ന് അകലെയുള്ള കുളത്തിൽ. 6 വയസ്സുകാരന് പോകാൻ കഴിയാത്ത വഴിയെന്ന് ബന്ധുക്കൾ. മുങ്ങി മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തിരുവനന്തപുരം വെള്ളറടയിൽ യാത്രക്കാരിയോട് KSRTC ബസ് കണ്ടക്ടറുടെ ക്രൂരത. ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തതിന് രാത്രിയിൽ പെരുവഴിയിൽ ഇറക്കി വിട്ടു. വീട്ടിലെത്തിയത് 2.5 കിലോമീറ്ററോളം നടന്ന്. ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി കുന്നത്തുകാൽ സ്വദേശിനി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പ്രതിസന്ധിയിൽ. D മണിയുടെ പങ്ക് സ്ഥിരീകരിക്കാൻ കഴിയാതെ SIT. സ്വർണം ആർക്ക് വിറ്റു എന്നും കണ്ടെത്താനായില്ല. നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങൾ. ജനനായകൻ തന്റെ അവസാന സിനിമയെന്ന് ആവർത്തിച്ച വിജയ്. സിനിമ ഉപേക്ഷിച്ചത് ആരാധകർക്ക് വേണ്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MGRന്റെ ചരിത്രം ആവർത്തിക്കുമെന്നും TVK അധ്യക്ഷൻ. യുക്രൈനിൽ വീണ്ടും റഷ്യൻ മിസൈൽ ആക്രമണം. കീവിൽ 1 മരണം. ആക്രമണം ട്രംപും സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കെ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി നെതന്യാഹു നാളെ അമേരിക്കയിലേക്ക്. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ 4ാം മത്സരം അല്പസമയത്തിനകം കാര്യവട്ടത്ത്. ആധിപത്യം ഉറപ്പിക്കാൻ ഹർമൻപ്രീതും സംഘവും. ടീം ലൈനപ്പിൽ മാറ്റത്തിന് സാധ്യത. തിരുവനന്തപുരത്ത് KSRTC ബസ്സിൽ നിന്ന് രാത്രി യാത്രക്കിടയിൽ യുവതിയെ ഇറക്കി വിട്ടു. 18 രൂപ ടിക്കറ്റ് എടുത്ത യുവതിയുടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തതാണ് ഇറക്കി വിടാൻ കാരണം. രാത്രി 2.5 കിലോമീറ്ററോളം നടന്ന ശേഷമാണ് യുവതി വീട്ടിലെത്തിയത്. കുന്നത്തുകാലിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ദിവ്യ എന്ന 28 വയസ്സുകാരിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. സംഭവത്തിൽ ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി. കഴിഞ്ഞ 26-ാം തീയതി രാത്രി 9 മണിക്കായിരുന്നു സംഭവം. ജോലി കഴിഞ്ഞ് വെള്ളറട സ്വദേശി ദിവ്യ പൂനമ്പയിൽ നിന്ന് വീട്ടിലേക്ക് ബസ് കയറിയപ്പോൾ കയ്യിൽ പേഴ്സ് കരുതാൻ മറന്നുപോയി. 18 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഗൂഗിൾ പേ ഉപയോഗിച്ചെങ്കിലും സെർവർ തകരാറ് കാരണം ഇടപാട് നടത്താൻ കഴിഞ്ഞില്ല. പ്രകോപിതനായ കണ്ടക്ടർ തോലടിയിൽ യുവതിയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കിവിടുകയായിരുന്നു. തെരുവ് വിളക്കുകൾ പോലുമില്ലാത്ത സ്ഥലമായതിനാൽ ദിവ്യയ്ക്ക് 2.5 കിലോമീറ്റർ നടക്കേണ്ടി വന്നു. സംഭവത്തിൽ ദിവ്യ വകുപ്പ് മന്ത്രിക്കും വെള്ളറട സ്റ്റേഷൻ മാസ്റ്റർക്കും പരാതി നൽകി. ഞാൻ സ്ഥിരം ഡെയിലി KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, GPay ചെയ്യാറുണ്ട്. ആ ഒരു ഇതിലാണ് GPay ചെയ്യാമെന്ന് വില്ലിങ് ആയത്. അപ്പോൾ അത് സെർവർ ബിസി ഞാൻ കാണിച്ചു. കുറച്ചുകൂടെ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ റേഞ്ച് കിട്ടി ഞാൻ GPay ചെയ്യായിരുന്നു. പക്ഷെ അയാൾ അതിനു മുമ്പേ അങ്ങനെ എന്നെ ഇറക്കി വിട്ടു. അല്ലെങ്കിൽ വെള്ളയുടെ പോയിട്ടായാലും ഹസ്ബൻഡിൽ നിന്ന് വാങ്ങി ഞാൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അയാൾ അത് ആ പരിഗണന നൽകാതെ, ഒരു പെൺകുട്ടി എന്ന പരിഗണന നൽകാതെ എന്നെ ആ രാത്രിയിൽ ഇട്ടിട്ട് ഒറ്റയ്ക്ക് അയാൾ ഇറക്കി വിട്ടു. തുടർന്ന് ഞാൻ KSRTC വെള്ളടയിലെ സ്റ്റേഷൻ മാസ്റ്ററിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പം രാത്രിയിൽ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ദുഃഖം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഉണ്ടായി. അപ്പം അവരുടെ വീട്ടിലും പെൺകുട്ടികളുള്ളതാണ്. അപ്പം അവരുടെ മക്കൾ അവരിതുപോലെ വഴി റോഡിൽ ഇങ്ങനെ ഇറക്കി വിടുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് വെള്ളറടയിലേക്ക് വന്ന KSRTC ബസ്സിലെ കണ്ടക്ടറും നെയ്യാറ്റിൻകര സ്വദേശിയുമായ അനിൽകുമാറാണ് ഇത്തരത്തിൽ പെരുമാറിയതെന്നും വകുപ്പ് തല അന്വേഷണം നടത്തുമെന്നും ഡിപ്പോ അധികൃതർ വ്യക്തമാക്കി. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര നൽകുമ്പോഴാണ് ഇവിടെ രാത്രി നടുവഴിയിൽ ഇറക്കിവിടുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ഓഫീസ് മുറി ഒഴിഞ്ഞു നൽകാൻ മുൻ DGP ശ്രീലേഖ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം ഏറ്റെടുക്കാതെ BJP നേതൃത്വം.
നടന്നത് സൗഹൃദ സംഭാഷണം മാത്രം എന്നായിരുന്നു മേയർ വി രാജേഷിന്റെ പ്രതികരണം. സംഭവത്തിൽ ഇടതുമുന്നണിയിൽ നിന്നും വിമർശനം ഉയർന്നെങ്കിലും BJPയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു MLA ഓഫീസ് ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൗൺസിലറായ ശാസ്തമംഗലം കൗൺസിലറായ ശ്രീലേഖ ഈ ഒരു MLAയോട്, അതായത് VK പ്രശാന്തിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഫോൺ കോൾ നടത്തുകയും ഉടൻ തന്നെ അത് വലിയ ചർച്ചയ്ക്കടക്കം വഴിവെക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ ഒരു BJP കോർപ്പറേഷൻ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമുണ്ടായിട്ടുള്ള, അതായത് ഈ ഒരു സത്യപ്രതിജ്ഞ അടക്കം കഴിഞ്ഞ് ഒരു ദിവസത്തിന് ശേഷം മാത്രം നടന്ന ഒരു ആവശ്യം, അത് ഈ ഒരു ഇത്തരത്തിലുള്ളൊരു കടന്നുകയറ്റമാണ്, ഈ ഒരു MLAയുടെ ഓഫീസിലേക്കുള്ളൊരു കടന്നുകയറ്റം എന്നടക്കമായിരുന്നു തുടക്കം തൊട്ട് തന്നെയുള്ള വിമർശനം. ഈ ഒരു ഫോൺ കോളിൽ തനിക്ക് അതായത് ഒരു അഭ്യർത്ഥന മാത്രമാണ് നടത്തിയത്, അതിനപ്പുറത്തേക്ക് ഇതൊരു മുറി ഒഴിഞ്ഞു തരണം എന്ന തരത്തിലേക്ക് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ ഒരു ആവശ്യം ആയിട്ട് മാത്രം, ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിലുള്ള ഒരു ചെറിയൊരു ആവശ്യമായിട്ട് മാത്രമാണ് താൻ ഈ ഒരു VK പ്രശാന്തിനോട് ഈ കാര്യം ആവശ്യപ്പെട്ടതെന്നായിരുന്നു ഈ ഒരു ശ്രീലേഖ അടക്കം പ്രതികരിച്ചത്. പിന്നീട് അത് ഇടതുമുന്നണി അടക്കം ഏറ്റെടുക്കുകയും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ, അതായത് അതൊരു BJPയുടെ പുതിയൊരു നയമാണ്, ഉന്നതരുടെ നിർദ്ദേശപ്രകാരം അടക്കമാണ് ഈ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് എന്നായിരുന്നു ഇടതുമുന്നണിയിൽ നിന്നുള്ള വിവിധ നേതാക്കളുടെ പ്രതികരണം. അങ്ങേയറ്റം മര്യാദയില്ലാത്ത, ജനാധിപത്യ മര്യാദ പോയിട്ട് സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ഒരു നടപടിയായി പോയി. പത്രത്തിലെ ഞാൻ വാർത്ത കണ്ടത് ശരിയാണെങ്കിൽ BJP ജയിച്ചപ്പോഴേക്കും അവരുടെ അസഹിഷ്ണുത, ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിച്ചു തുടങ്ങി. 5 വർഷം തലസ്ഥാനം ഇത് സഹിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അതിലുള്ളത്. ഈ പുത്തനച്ചി പുലപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെ അവരെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിൽ നടത്തി, പക്ഷെ അവരെ അവസാനം കരിയപ്പല പോലെ വലിച്ചെറിഞ്ഞു. ഇപ്പോൾ അവര് ആളുകളുടെ അടുത്തെല്ലാം പരിദേവനവും പരിഭവവും എല്ലാം പറഞ്ഞു നടക്കുകയാണ്. അക്കൂട്ടത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു നിലപാടാണ് അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഔദ്യോഗിക ജീവിതത്തിലുടനീളം അവർ പുലർത്തിയിരുന്ന തികഞ്ഞ മനുഷ്യവിരുദ്ധ, ജനവിരുദ്ധമായിട്ടുള്ള നിലപാടിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ശാസ്തമംഗലത്തെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പം തന്നെ ശാസ്തമംഗലത്തുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കഴിയുന്നത്ര വേഗതയിൽ തന്നെ അവരാ തെറ്റ് തിരുത്തുമെന്ന, ജനങ്ങൾ തെറ്റ് തിരുത്തുമെന്ന എൻ്റെ വിശ്വാസം. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന MLA ഓഫീസിനകത്താണ് കൗൺസിലറുടെ റൂമും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കൗൺസിലറടക്കം BJP കൗൺസിലറടക്കം ഇതേ മുറിയിൽ തന്നെയാണ് പ്രവർത്തനവും മറ്റും നടത്തിയിരുന്നത്. പക്ഷേ ഈ ഒരു MLAയുടെ ഓഫീസ് കടന്നു വേണം ഈ ഒരു ഓഫീസിലേക്ക് എത്താൻ, സ്ഥലപരിമിതിയുടെ കുറവുണ്ട്. ബാത്റൂമിലാണ് അല്ലെങ്കിൽ കുളിമുറിയിലാണ് ഈ ഒരു ഓഫീസിൻ്റെ രേഖകളടക്കമുള്ള ഷെൽഫുകളടക്കം സൂക്ഷിച്ചിട്ടുള്ളത്. അത്രയധികം സ്ഥലപരിമിതിയുണ്ട്. ആ ഒരു സ്ഥലപരിമിതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്രീലേഖ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് രാഷ്ട്രീയപരമായി ഏറ്റെടുക്കുകയും വലിയ വിവാദമാവുകയും ചെയ്യുകയായിരുന്നു. ഇതെനിക്ക് കിട്ടിയാൽ എനിക്ക് 5 വർഷത്തേക്ക് കൗൺസിലർ ആയിരിക്കേണ്ടതല്ലേ, എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടതല്ലേ, എനിക്കിവിടെ ജോലി ചെയ്യേണ്ടതല്ലേ, ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കേണ്ട സ്ഥലം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പരിമിതമായ സ്ഥലത്ത് ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ദയവ് ഇതൊന്ന് പരിഗണിക്കണം, പെട്ടെന്ന് വേണ്ട, പതുക്കെ മതി, പ്ലീസ് എൻ്റെ റിക്വസ്റ്റാണ്, ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് അത് പറ്റില്ല, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഗേറ്റുകളുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാള് എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLAയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞ് പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. പിന്നീട് ശ്രീലേഖ തന്നെ ഓഫീസിലേക്ക് എത്തുകയും ഇവിടെ വെച്ച് VK പ്രശാന്തിനെ കാണുകയും നേരിട്ട് സംസാരിച്ച് ഇത്തരത്തിലൊരു അനുനയന നീക്കം നടത്തുകയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ തമ്മിൽ നിങ്ങൾ ചെറിയ ഞാൻ അഭ്യർത്ഥിച്ചതേ ഉള്ളൂ. പ്രശാന്ത് 3 മാസമോ 4 മാസമോ പക്ഷേ ഇവിടെ എന്റെ ആളുകളും ഞാനും പക്ഷേ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും. അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് പക്ഷേ ആ സമയത്തും ഈ ഒരു വിവാദം കത്തി തന്നെ നിന്നു. കാരണം ഇടതുമുന്നണി നടക്കമുള്ള പ്രതികരണങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല VK പ്രശാന്ത് ഈ ഒരു മേയർ സ്ഥാനമടക്കം ലഭിക്കാത്തതിലെ അസ്വാരസ്യം തന്നോടക്കം പ്രകടിപ്പിച്ചു എന്നടക്കമുള്ള പ്രതികരണങ്ങൾ വന്നു. തുടർന്നാണ് ഇപ്പോഴുള്ള മേയർ, അതായത് VV രാജേഷ് പ്രതികരണവുമായി രംഗത്ത് വന്നത്. അതൊരു
ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു സൗകര്യക്കുറവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളൊരു സൗഹൃദ സംഭാഷണം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇതിനൊരു രാഷ്ട്രീയവൽക്കരണം നൽകേണ്ട ആവശ്യമില്ല. കൂടുതൽ, അതായത് ഈ ഒരു സൗകര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ വലിയ പ്രതികരണങ്ങളിലേക്ക് അദ്ദേഹം കടന്നതുമില്ല. ശ്രീലേഖ ചേച്ചിയും VK പ്രശാന്ത് MLAയും തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട്, സൗഹൃദമുണ്ട്. അവർ തമ്മിൽ പല കാര്യങ്ങളിലും, ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം അന്ന് മേയറായിരുന്നു, അതിനുശേഷം MLA ആയ സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൗഹൃദ വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ്, താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്നൊരു സാഹചര്യം ഉണ്ടോയെന്ന് ഇന്ന് ഫോണിൽ ചോദിച്ചു, ഫോൺ കോളിൽ. അത്രമാത്രമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. ചെറിയൊരു സുഹൃത്ത് സംഭാഷണം എന്ന രീതിയിൽ തുടങ്ങി പിന്നീട് അത് വലിയ രാഷ്ട്രീയ വിവാദമായ ഈ ഒരു മുറിയുമായി ബന്ധപ്പെട്ട വിഷയം പിന്നീട് BJP നേതാക്കളോ BJP മുന്നണിയോ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കുകയോ വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല. VV രാജേഷ് മാത്രമാണ് ഇത് അത്ര കണ്ട് രാഷ്ട്രീയ വിവാദമാക്കേണ്ട തരത്തിലുള്ള ഒരു വിഷയമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഈ വരുന്ന ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ ചിലപ്പോൾ ഈ ഒരു BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഇത് BJP രാഷ്ട്രീയത്തിൽ നിന്നും ഈ ഭരണത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ ഉന്നതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നിർദ്ദേശത്തിൻ്റെ പേരിലുള്ള ഒരു കടന്നുകയറ്റം എന്ന തരത്തിലായിരുന്നു ഇടതുമുന്നണി അടക്കം ഈ കാര്യം വിലയിരുത്തിയത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ രേഖകളടക്കം പരിശോധിച്ചുകൊണ്ട് ഈ ഒരു ഓഫീസ് മുറിയുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കാമെന്ന രീതിയിലേക്ക്, പിന്നീട് അനുനയത്തിൻ്റെ ഭാഷയിലേക്ക് അടക്കം കാര്യങ്ങൾ മാറുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം പ്രതിസന്ധിയിൽ. ഡി മണിയെ കണ്ടെത്തിയെങ്കിലും സ്വർണ്ണക്കൊള്ളയിൽ ഇയാളുടെ ബന്ധം സ്ഥിരീകരിക്കാൻ SITക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളോട് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ ഹാജരായിട്ടുമില്ല. ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഹാജരാകാതിരുന്നത്. കേന്ദ്ര ഏജൻസിയുടെ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ പുരോഗതി ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിക്കുന്ന സാഹചര്യവുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഏറെക്കുറെ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള മണിയെ കണ്ടെത്താൻ സാധിച്ചെങ്കിലും പക്ഷേ ഇയാൾക്ക് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കൈകടത്തലുകളും അല്ലെങ്കിൽ ഇതിലൊരു പങ്കാളിത്തം ഇല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ നൽകുന്ന മൊഴിയും. ഒപ്പം തന്നെ ഇത് സ്ഥാപിച്ചെടുക്കാനുള്ളൊരു നീക്കം, അതായത് ഇയാൾ ഇപ്പോൾ കുറ്റാരോപിതരായവരോടൊപ്പം ഒപ്പം തന്നെ അറസ്റ്റ് അടക്കം നേരിടുന്നവർക്കെതിരെയുള്ള, അതായത് അവരുമായുള്ള ബന്ധം നിലനിന്നിരുന്നു. ഒപ്പം തന്നെ ഫോൺ സംഭാഷണം, ഇയാളുടെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ, പെട്ടെന്നുള്ള ഇയാളുടെ ഒരു വളർച്ച, സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ചയടക്കം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തമിഴ്നാട് പോലീസിന്റെ അടക്കം ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ അറസ്റ്റിലേക്കും അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമ നടപടികളിൽ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം, മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ N വിജയകുമാർ ഒപ്പം തന്നെ ശങ്കർദാസ് എന്നിവരോട് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. അവർ ഇത്രയും ദിവസമായി ഹാജരായിട്ടില്ല. ഒപ്പം ശാരീരിക ബുദ്ധിമുട്ടുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. ഇവരുടെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിലനിൽക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണവും പ്രതിസന്ധിയിലാണ്. ഒപ്പം തന്നെ ഈ ഒരു മണിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് എത്താൻ, വിവരങ്ങളിലേക്ക് എത്താൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഹൈക്കോടതി വിമർശനമടക്കം നിലനിൽക്കുന്ന സമയത്ത് ഇതിൽ കൂടുതൽ പുരോഗതി വരാത്തത് ഹൈക്കോടതിയുടെ കൂടുതൽ വിമർശനത്തിനടക്കം സാധ്യത മുൻകൂട്ടി നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു പ്രതിപക്ഷത്തിന്റെ കൂടുതൽ പ്രതിഷേധങ്ങൾക്കും ഇത് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കമുള്ള സമ്മർദ്ദമാണ് അന്വേഷണത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണം ഉയർന്നിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണ പുരോഗതി ഇല്ലായെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നടക്കം കൂടുതൽ പരാമർശങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം. ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തദ്ദേശ ചിത്രം വ്യക്തമായി. കൂറുമാറ്റവും മുന്നണി മാറ്റവും കണ്ട തെരഞ്ഞെടുപ്പിനൊടുവിൽ 941-ൽ 532 ഗ്രാമപഞ്ചായത്തുകൾ UDFനൊപ്പം ചേർന്നു. ഇടതുമുന്നണിക്ക് 358 പഞ്ചായത്തുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. NDAക്ക് 30 പഞ്ചായത്തുകളും ലഭിച്ചു. സ്വതന്ത്രരും മറ്റ് കക്ഷികളും 8 പഞ്ചായത്തുകളിൽ അധികാരത്തിലെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് തിളക്കമാർന്ന വിജയം നേടാനായെങ്കിലും മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളിൽ നേതൃത്വത്തോടുള്ള അതൃപ്തി വ്യക്തമാണ്. തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ സ്ഥാനം തീരുമാനിച്ചതിനെ ചൊല്ലിയാണ് ഉമാ തോമസും പാർട്ടി ജില്ലാ നേതൃത്വവും തമ്മിൽ തർക്കം രൂക്ഷമായത്. തൃക്കാക്കരയിലും KPCC മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നാണ്
ഉമാ തോമസ് MLAയുടെ പരാതി. കൊച്ചി കോർപ്പറേഷനിൽ ഒരു നീതിയും തൃക്കാക്കരയിൽ മറ്റൊരു നീതിയും പറ്റില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഉമാ തോമസ്. നേരത്തെ കൊച്ചി കോർപ്പറേഷൻ മേയറെ തെരഞ്ഞെടുത്തതും KPCC മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും തുറന്നടിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കമുള്ള വിജയം കൈവരിച്ചിട്ടും കോൺഗ്രസിൽ ഇപ്പോഴും വിമർശനങ്ങൾ ഉയരുകയാണ്. പ്രത്യേകിച്ചും നേരത്തെ നമുക്കറിയാം മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് DCC നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായിട്ടാണ് ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയത്. അതേസമയം KPCC മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഉന്നയിക്കപ്പെടുന്നത്. ഇപ്പോൾ തൃക്കാക്കരയിലെ ചെയർമാൻ സ്ഥാനവുമായി ബന്ധപ്പെട്ടും ഈ ഒരു കാര്യം ഉന്നയിക്കപ്പെടുകയാണ്. അതായത് മുനിസിപ്പാലിറ്റിയിൽ 2 ടൈം നൽകണമെന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു ഉമാ തോമസ് MLA. അത് പാലിക്കപ്പെട്ടില്ല. അതുമാത്രമല്ല, ഈ ഷാജി വാഴക്കാല എന്ന് പറയുന്ന ആൾക്കൊരു ടൈം നൽകണമെന്നും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു വന്നതെന്നും ഉമാ തോമസ് KPCC നേതൃത്വത്തെ അറിയിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വത്തിന് ഉമാ തോമസ് MLA പരാതി നൽകിയിട്ടുണ്ട് എന്നാണ്. അതായത് ജില്ലയിൽ മേയർ സ്ഥാനാർത്ഥി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട മേയർ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു നീതിയും തൃക്കാക്കരയിലെ നഗരസഭയിൽ മറ്റൊരു നീതിയും നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഉമാ തോമസിന്റെ പരാതി. ആ പരാതി നേരത്തെ തന്നെ നമ്മൾ ഈ മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെ DCC നേതൃത്വം ഏകപക്ഷീയമായ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള വിമർശനങ്ങൾക്ക് പാത്രമായിരുന്നു. മാത്രമല്ല, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട സാമുദായിക സമവാക്യങ്ങൾ അത് പാലിക്കപ്പെടാൻ വേണ്ടിയാണ് ഈ 4 പേർക്ക് മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും നൽകിയത് എന്നുള്ളതായിരുന്നു DCC നേതൃത്വം നൽകിയിരുന്ന വിശദീകരണം. VK മിനിമോളും അതുപോലെ ഷൈനി മാത്യുവും 2 ടൈമിൽ മേയർമാരാവുകയും ഡെപ്യൂട്ടി മേയർമാരായ ദീപക് ജോയും അതുപോലെ KVP കൃഷ്ണകുമാറും സ്ഥാനമേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് 2.5 വർഷം വീതം ഈക്വലായിട്ട് സാമുദായിക സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. അതേസമയം ചില സഭാ നേതൃത്വങ്ങൾക്ക് വഴങ്ങിയാണ് ദീപ്തി മേരി വർഗീസിനെ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന അല്ലെങ്കിൽ നൽകാമെന്ന് പറഞ്ഞിരുന്ന മേയർ സ്ഥാനം നൽകാതിരുന്നത് എന്നുള്ള വിമർശനവും ശക്തമാണ്. അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കിടെ തന്നെയാണ് തൃക്കാക്കര നഗരസഭയിലെ ചെയർമാൻ സ്ഥാനവും ഈ വലിയ വിവാദങ്ങൾക്ക് ചർച്ചയാകുന്നത്. അങ്ങനെയാണ് ഈ നഗരസഭാ അധ്യക്ഷ സ്ഥാനം ഈ തവണ 2 തവണയായി 2 ടൈമായി വിഭജിച്ച് നൽകണമെന്നുള്ള ആവശ്യം DCC പരിഗണിച്ചില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ DCC പരിഗണിക്കുന്നില്ല എന്നൊരു വിമർശനവുമുണ്ട്. ആ വിമർശനങ്ങളൊക്കെ KPCC മാനദണ്ഡം നഗരസഭയിലൊന്നും അതുപോലെ കോർപ്പറേഷനിൽ വേറൊന്നും ജില്ലയിൽ പലയിടത്തും പലതരത്തിൽ നടപ്പിലാക്കുന്നു എന്നുള്ളത്, പല നീതികൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. എന്തായാലും വലിയ വിജയമാണ് UDF ഇത്തവണ കൈവരിച്ചതെങ്കിൽ പോലും ആ ശോഭയെ ഇല്ലാതാക്കുന്ന, തിളക്കത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ DCC ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അതുമാത്രമല്ല, DCC നേതൃത്വം ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു എന്നുള്ളൊരു സാഹചര്യവും പ്രതിപക്ഷ നേതാവ് ഈ മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട്, അതായത് ദീപ്തി മേരി വർഗീസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നാൽ മേയർ സ്ഥാനാർത്ഥിത്വം നൽകാം, മേയർ സ്ഥാനം നൽകാം എന്നുള്ള വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല എന്നുള്ള വലിയ വിമർശനമുണ്ട്. അതിലും DCC അന്തിമ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു എന്നുള്ള നിലപാടാണ് പുറത്തു വന്നതും അങ്ങനെയാണ്. അതുപോലെ തന്നെ വലിയൊരു പരാതിയുമായാണ്, വലിയൊരു വിമർശനവും ഉന്നയിച്ചിട്ടാണ് ഇപ്പോൾ ഉമാ തോമസും MLAയും DCCക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്കു ശേഷം ഭരണം പിടിച്ച തിരുവാലിയിൽ അധ്യക്ഷ സ്ഥാനത്തിനായി ലീഗും കോൺഗ്രസും തമ്മിലടി. അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇരു പാർട്ടികളും വിട്ടുനിന്നതോടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. 2.5 വർഷം പ്രസിഡന്റ് പദവി എന്ന ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളിയതാണ് ഈ തർക്കത്തിന് കാരണം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു പിന്നാലെ അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ട് ലീഗും കോൺഗ്രസും പരസ്പരം പോരടിച്ചതോടെ വർഷങ്ങൾക്ക് ശേഷം ഭരണം തിരിച്ചുപിടിച്ച തിരുവാലി പഞ്ചായത്തിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. 19 സീറ്റുകളുള്ള തിരുവാലി പഞ്ചായത്തിൽ 11 സീറ്റുകളുമായാണ് UDF ഇക്കുറി ഭരണം തിരിച്ചുപിടിച്ചത്. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ ലീഗും കോൺഗ്രസും വിട്ടുനിന്നതോടെ ക്വാറം തികയാതിരുന്നതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. UDF വിജയിച്ച 11-ൽ 7 സീറ്റ് കോൺഗ്രസിനും 4 സീറ്റ് ലീഗിനുമാണ്. മുൻകാലങ്ങളിലെല്ലാം പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനായിരുന്നു. എന്നാൽ ഇക്കുറി പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷം വീതം പങ്കിടണമെന്ന ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 27-ാം തീയതിയായിരുന്നു പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടപ്രകാരം നമുക്ക് മൊത്തം കാൻഡിഡേറ്റ്സിൻ്റെ പകുതി, അതായത് 10 പേരെങ്കിലും ഇന്ന് വേണ്ടതായിട്ടുണ്ട്. പക്ഷേ 10 പേര് ഇന്ന് വന്നിട്ടില്ല, 8 പേരെ വന്നിട്ടുള്ളൂ.
അതുകൊണ്ട് ഇന്നത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത അടുത്ത വർക്കിംഗ് ഡേയിലായിട്ട് നമ്മൾ തീരുമാനിച്ചു. അതായത് തിങ്കളാഴ്ച ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് നമ്മൾ നടത്തുന്നതാണ്. ഇന്ന് തിരുവാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഹാളിൽ തന്നെ ഇതേ സമയത്ത് തിങ്കളാഴ്ച നടത്തുന്നതാണ്. അതിപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളെ അത് അറിയിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് നടത്തുന്നതാണ്. ലീഗ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ കോൺഗ്രസും എത്തിയില്ല. ഇടതംഗങ്ങളെല്ലാം എത്തിയെങ്കിലും ക്വാറം തികയാത്തതോടെ വരണാധികാരിയായ മഞ്ചേരി വീഡിയോ ബീന മാണിക്കൊത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. LDFന് തിരുവാലിയിൽ 8 സീറ്റുകളാണുള്ളത്. അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ലീഗ് കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 തിരൂർ. അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദന്റെ ചിത്രവും പേരും പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നിന്നും മാറ്റി. ബ്ലോക്ക് പ്രസിഡന്റായി കോൺഗ്രസ് പ്രതിനിധി S ഉഷകുമാരി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് കോൺഫറൻസ് ഹാളിലെ VS അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റിയത്. നടപടിയിൽ പ്രതിഷേധിച്ച് CPIM രംഗത്തെത്തി. ഉഷകുമാരി സ്ഥാനം രാജിവെച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് CPIM ആവശ്യപ്പെട്ടു. എന്നാൽ ചിത്രം മാറ്റിയതിനെക്കുറിച്ച് അറിയില്ലെന്നും വിഷയം പരിശോധിക്കുമെന്നുമാണ് ഉഷകുമാരി പ്രതികരിച്ചത്. കേന്ദ്രവിരുദ്ധ സമരത്തിന് LDF. ജനുവരി 12-ാം തീയതി തിരുവനന്തപുരത്താണ് പ്രതിഷേധ സമരം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും സമരത്തിൽ പങ്കുചേരും. തൊഴിലുറപ്പ് പദ്ധതിയിലെ പേരുമാറ്റം, തൊഴിലാളി പദ്ധതി, ക്ഷേമ പെൻഷൻ വിഹിതം കുടിശ്ശിക, വായ്പാ പരിധി വെട്ടിക്കുറച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സമരം. കേന്ദ്രത്തിനെതിരായ സമര പരമ്പരയുടെ ആദ്യഘട്ടമെന്ന നിലയ്ക്കാണ് തിരുവനന്തപുരത്തെ സമരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന ജാഥ സംഘടിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. തീയതി അടുത്ത LDF യോഗത്തിൽ തീരുമാനിക്കും. സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ യുക്രൈനിൽ വീണ്ടും റഷ്യയുടെ മിസൈൽ ആക്രമണം. യുക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു, 27 പേർക്ക് പരിക്കേറ്റു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് ഈ ആക്രമണം. റഷ്യയുടെ ആക്രമണത്തിൽ കീവിൽ മണിക്കൂറുകളോളം സ്ഫോടനങ്ങൾ നടന്നു. 500-ലേറെ ഡ്രോണുകളും 40 മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നാണ് വിവരം. പുലർച്ചെ മുതൽ വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ മെട്രോ സ്റ്റേഷനുകളിലും ബങ്കറുകളിലും അഭയം തേടി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും മിസൈലുകൾ പതിച്ചു. ആക്രമണത്തെ തുടർന്ന് കീവിലെ പല മേഖലകളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായി. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാൻ സൈന്യം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. Дуже не можемо вірити, що весь світ це бачить, не може це зупинити. Це вже чула, як горів чоловік і його крик ось у мене в ушах. Я не можу повірити в це. സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വീണ്ടും കാണിച്ചു തരികയാണെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. 4 വർഷത്തോളമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ സജീവമാകുന്നതിനിടെയാണ് ഈ ആക്രമണം. നേരത്തെ ഡൊണാൾഡ് ട്രംപ് തയ്യാറാക്കിയ സമാധാന പദ്ധതിയെ അട്ടിമറിക്കാൻ സെലൻസ്കിയും യൂറോപ്യൻ യൂണിയനും ശ്രമിക്കുന്നതായി വെള്ളിയാഴ്ച റഷ്യ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തലസ്ഥാന നഗരിയെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗാസയിൽ വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടെ 2ാം ഘട്ട ചർച്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാളെ അമേരിക്കയിലേക്ക്. വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടം സംബന്ധിച്ച നിർണായക ചർച്ചയ്ക്കാണ് അമേരിക്കയിലെ ഫ്ലോറിഡ വേദിയാവുന്നത്. ജനുവരിയിൽ 2ാം ഘട്ട വെടിനിർത്തൽ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ചർച്ചയെ ആശ്രയിച്ചാകും ഗാസ വെടിനിർത്തലിന്റെ തുടർ നീക്കങ്ങൾ. ജനുവരിയിൽ 2ാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വരണമെന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക. എന്നാൽ ഗാസയിലെ ഇടക്കാല സർക്കാർ അന്താരാഷ്ട്ര സേനാവിന്യാസം
ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ വ്യക്തത രൂപപ്പെടുത്താൻ ഇനിയുമായിട്ടില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച 20 സമാധാന പദ്ധതി പ്രകാരം ഹമാസ് പൂർണ്ണമായും ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിലവിൽ വന്നാൽ മാത്രമേ ആയുധം താഴെവെക്കൂവെന്നാണ് ഹമാസിന്റെ നിലപാട്. അതേസമയം പാകിസ്ഥാൻ ഉൾപ്പെടെ പല മുസ്ലിം രാജ്യങ്ങളും ഗാസയിലേക്ക് സേനയെ അയക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചതോടെ അമേരിക്ക കൂടുതൽ വെട്ടിലായി. ഗാസയിൽ നിന്ന് പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന ഇസ്രയേൽ തീരുമാനവും രണ്ടാംഘട്ട ചർച്ചയ്ക്ക് തിരിച്ചടിയാണ്. കരാർ അട്ടിമറിക്കാനുള്ള ഇസ്രയേൽ നീക്കത്തെ അമർച്ച ചെയ്യണമെന്ന് ഈജിപ്ത് ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. അതിനിടെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണം ഇന്നലെയും തുടർന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഖബാത്തിയയിൽ ഇസ്രയേൽ സൈന്യം പിടിമുറുക്കുകയും പ്രദേശത്ത് സമ്പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തു. നിരവധി പലസ്തീൻകാരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട്. ഒക്ടോബർ 10 വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. വെടിനിർത്തലിന് ശേഷം ഇതുവരെ ഇസ്രയേൽ ആക്രമണത്തിൽ 400 പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3 ഇസ്രയേൽ സൈനികരും ഈ കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിൽ കടുത്ത ആശങ്ക അറിയിച്ചും മുന്നറിയിപ്പ് നൽകിയും ഇന്ത്യ. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ തുടരുന്ന അതിക്രമങ്ങൾ ആശങ്കാജനകമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇതിനിടെ നുഴഞ്ഞേറ്റ ശ്രമത്തിന്റെ പേരിൽ മറ്റൊരു ഇന്ത്യക്കാരനെ കൂടി ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ് കസ്റ്റഡിയിലെടുത്തു. ധാക്കയിൽ വലിയ റോഡ് ഷോ നടത്തി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് താരിഖ് റഹ്മാൻ. തായ്വാനിലെ തായ്പേയുടെ തെക്കുകിഴക്കായി 6.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം. ഇലാൻ തീരത്ത് 7 തീവ്രത രേഖപ്പെടുത്തി. ഇന്നലെ പ്രാദേശിക സമയം രാത്രി 11:05 ഭൂകമ്പം ഉണ്ടായതെന്ന് തായ്വാനിലെ കേന്ദ്ര കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ഇലാൻ കൗണ്ടി ഹാളിൽ നിന്ന് 32 കിലോമീറ്റർ കിഴക്കാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഒരിടവേള. സിനിമ ഉപേക്ഷിക്കുന്നുവെന്ന് ആവർത്തിച്ച് തമിഴ് സൂപ്പർ താരവും TV-ക്ക് അധ്യക്ഷനുമായ വിജയയുടെ പ്രഖ്യാപനത്തോട് വൈകാരികമായി പ്രതികരിച്ച ആരാധകർ. സിനിമയിൽ ഒരു യുഗത്തിന്റെ അവസാനമെന്നാണ് ആരാധകരുടെ വാക്കുകൾ. മലേഷ്യയിലെ ക്വാലലംപൂരിൽ ജനനായകൻ സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെയായിരുന്നു വിജയയുടെ പ്രഖ്യാപനം. സിനിമയെ വെല്ലുന്ന മാസ് എൻട്രിയായിരുന്നു മലേഷ്യയിൽ നടന്ന ഓഡിയോ പ്രകാശന ചടങ്ങിൽ വിജയുടേത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 140ാമത് സ്ഥാപക ദിനം KPCCയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് നടന്ന സംസ്ഥാനതല ഉദ്ഘാടനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി പാർട്ടി പതാക ഉയർത്തി നിർവഹിച്ചു. തുടർന്ന് സേവാദൾ വളണ്ടിയർമാർ നൽകിയ ഗാർഡ് ഓഫ് ഓണർ അദ്ദേഹം സ്വീകരിച്ചു. ഇന്ത്യ എന്നുള്ള ആശയം പടിപടിയായി തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളും സ്വാതന്ത്ര്യവും പടിപടിയായി അട്ടിമറിക്കപ്പെടുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ താഴ്ത്തിക്കെട്ടി ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് ആഗ്രഹിച്ച സവർക്കറെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരാധ്യ നേതാവായി ഉയർത്തിക്കാണിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല, രാജ്യത്തെ ജനാധിപത്യ മതേതരവാദികൾ ഒന്നടങ്കം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ പോലെ വിശാലമായ ഒരു സമരമുന്നണി ഉണ്ടാക്കി ആവൽക്കരമായ നീക്കത്തിനെതിരെ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസ് പാർട്ടിയിൽ പരിഷ്കാരങ്ങൾ വേണമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിന്റെ ആവശ്യത്തെ പിന്തുണച്ച് ശശി തരൂർ. പാർട്ടിയിൽ വാദങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു. എന്നാൽ RSSനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല. BJPയും RSSും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ സംഘടനയ്ക്കുള്ളിൽ വളരാനും മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി തുടങ്ങിയ ഉന്നത പദവികളിലേക്ക് എത്താനും അനുവദിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ദിഗ്വിജയ് സിംഗ് അഭിപ്രായപ്പെട്ടു.
डिसिप्लिन तो बड़ी जरूरी है कोई भी पार्टी में आप सोचिए। लेकिन वीडी सिंह बोल रहे कि बीजेपी और देखिए उनके बारे में आप उनसे ही पूछिए। आपके बयान पर आपके देश का विरोध करना है, इसको लेकर क्या? नहीं ये नहीं, बिल्कुल नहीं सर। आपके बयान आप लोग समझते नहीं तो मैं क्या करूं? सर आपके बयान पर खड़गे जी ने कहा कि आपको ऐसा नहीं बोलना चाहिए। ऐसे नहीं बोला था ये। तो आप लोग जब ट्विस्ट करेंगे आप मुझे सुन लीजिए ना जी, आप इंटरव्यू के कॉन्टेक्स्ट में सुन लीजिए। कांग्रेस के दिग्विजय सिंह के बयान को बैकअप कर रहे हैं, सपोर्ट कर रहे हैं। जी मैं भी चाहता हूं कि हमारे संगठन जरा सा मजबूत हो और हमारे संगठन के अंदर तो डिसिप्लिन होना ही चाहिए, तो लॉजिकल है। तो ये लेकिन दिग्विजय सिंह साहब अपने आप बोल सकते हैं ना, उनसे ചിന്താധാര തന്നെ മാറ്റിയ സാമ്പത്തിക ഭരണപരിഷ്കാരങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ 2025 രാജ്യത്തിന് സമ്മാനിച്ചത്. വളർച്ച ത്വരിതപ്പെടുത്താൻ ധീരമായ തീരുമാനങ്ങളാണ് ഈ വർഷം സർക്കാർ കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ 2025 രാജ്യം ഒരു നിർണായക വഴിത്തിരിവിലേക്ക് കടന്ന വർഷമായി ഇന്ത്യയുടെ ചരിത്രം രേഖപ്പെടുത്തി. വ്യവസായത്തിനും തൊഴിൽ മേഖലയ്ക്കും പുതിയ ആത്മവിശ്വാസം നൽകുന്ന പരിഷ്കാരങ്ങളാണ് രാജ്യം ഈ വർഷം നടപ്പിലാക്കിയത്. കാലഹരണപ്പെട്ട നിയമങ്ങൾ ഒഴിവാക്കി, നികുതി ഘടന ലളിതമാക്കി. 2025 ഇന്ത്യ 8.2% GDP വളർച്ചാ നിരക്ക് കൈവരിച്ചു. ആഗോള കണക്കുകൂട്ടലുകളെപ്പോലും അതിജീവിച്ച നേട്ടം. തൊഴിൽ മേഖലയിൽ 29 നിയമങ്ങൾ 4 ലേബർ കോഡുകളിലേക്ക് ഏകീകരിച്ചു. ന്യായമായ വേതനം, തൊഴിൽ സുരക്ഷ, സാമൂഹ്യ സുരക്ഷ, സൗഹൃദ വ്യവസായ ബന്ധങ്ങൾ, ഈ തൂണുകളിലൂന്നിയ പുതിയ സംവിധാനം ഇന്ത്യയുടെ 64 കോടിയിലധികം തൊഴിലാളികൾക്കാണ് കൂടുതൽ സ്ഥിരതയും സംരക്ഷണവും നൽകുന്നത്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തൊഴിലില്ലായ്മ കുറയ്ക്കാനും പരിഷ്കരണങ്ങൾ വഴിയൊരുക്കി. നികുതി മേഖലയിൽ GST ചരിത്രത്തിലെ ഏറ്റവും വലിയ ലളിതവൽക്കരണം കണ്ടു. 5% 18% മാത്രമുള്ള 2 സ്ലാബുകളിലേക്ക് GST ഘടന ചുരുങ്ങി. അത് കുടുംബങ്ങൾക്കും MSMEകൾക്കും കർഷകർക്കും വലിയ ആശ്വാസമായി. ദീപാവലി, നവരാത്രി സീസണുകളിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് വിൽപ്പന ഉപഭോക്തൃ ആത്മവിശ്വാസത്തിന്റെ തെളിവാണ്. വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതി ഒഴിവായി. അത് ഇടത്തരക്കാർക്ക് ആത്മവിശ്വാസം നൽകിയ മറ്റൊരു ചരിത്രപരമായ തീരുമാനമായിരുന്നു. 1961 പഴയ ആദായ നികുതി മാറ്റി. 2025 പുതിയ ലളിതവും സാങ്കേതിക അധിഷ്ഠിതവുമായ ആദായ നികുതി നിയമം നിലവിൽ വന്നു. വ്യവസായ രംഗത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ആശയം പുതിയ തലത്തിലേക്ക് ഉയർന്നു. ഗുണനിലവാര നിയന്ത്രണ ഉത്തരവുകളിൽ വൻ ഇളവുകൾ നൽകി. 100 കണക്കിന് ഉൽപ്പന്നങ്ങളെ നിർബന്ധിത നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കി. സ്മോൾ കമ്പനികളെന്ന നിർവചനം 100 കോടി രൂപ വരെ ടേൺ ഓവർ ഉള്ള സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. MSME നിർവചനത്തിലെ ചരിത്രപരമായ മാറ്റം ചെറുകിട സ്ഥാപനങ്ങളുടെ വളർച്ച തടസ്സമില്ലാതാക്കി. നിക്ഷേപവും ടേൺ ഓവറും വർദ്ധിപ്പിച്ച് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതെ സ്ഥാപനങ്ങൾക്ക് വളരാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടു. ഇൻഷുറൻസ് മേഖലയിൽ 100% FDI അനുവദിച്ചതോടെ ഇന്ത്യ ആഗോള നിക്ഷേപകർക്ക് കൂടുതൽ ആകർഷണീയമായി. ഇന്ത്യ UK, ഇന്ത്യ ഒമാൻ, ഇന്ത്യ ന്യൂസിലാൻഡ് വ്യാപാര കരാറുകൾ സാധ്യമായി. അതോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ കൂടിയായതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപുലമായ ആഗോള വിപണികൾ തുറന്നു. നാവിക ബ്ലൂ ഇക്കോണമി മേഖലയിൽ പഴയ നിയമങ്ങൾ മാറ്റി 5 പുതിയ മാരിടൈം നിയമങ്ങൾ പാസാക്കി. ലോജിസ്റ്റിക് ചിലവ് കുറയ്ക്കാനും തുറമുഖ ഭരണം ശക്തിപ്പെടുത്താനും ഇന്ത്യയുടെ സമുദ്രാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ജീവൻ നൽകാനും ഇതിലൂടെ സാധിച്ചു. ജനവിശ്വാസ പരിഷ്കരണങ്ങൾ വഴി ചെറിയ സാമ്പത്തിക അബദ്ധങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കി. അത് ഭരണകൂട വ്യവസായ ബന്ധത്തിൽ ഭയത്തിന്റെ സംസ്കാരത്തിന് അന്ത്യം കുറിച്ചു. അതോടൊപ്പം ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ വിദേശ പങ്കാളിത്തത്തിന് വഴിയൊരുക്കുന്ന ബിൽ പാസാക്കി. ഊർജ്ജ സുരക്ഷയിൽ പുതിയ യുഗത്തിന് തുടക്കമായി. ഗ്രാമീണ മേഖലയിൽ മാറ്റം പ്രകടമായി. റോസ്ഗാർ ഗ്യാരണ്ടി പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തി. ഗ്രാമവികസനവുമായി ബന്ധിപ്പിക്കുന്ന പുതിയ ഘടന നടപ്പിലാക്കി. നിയമരംഗത്ത് ഇന്ത്യൻ പീനൽ കോഡിന് പകരം പുതിയ ഭാരതീയ ന്യായ് സംഹിത പൂർണ്ണമായി പ്രാബല്യത്തിൽ വന്നു. കൊളോണിയൽ നിയമവ്യവസ്ഥയിൽ നിന്നും ഇന്ത്യയുടെ നിർണായക വിടവാങ്ങലായിരുന്നു അത്. സമഗ്രമായി നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണവും സമ്പദ് വ്യവസ്ഥയും ഭാവിയെ മുന്നിൽ കണ്ട് പുനർനിർമ്മിച്ച വർഷമാണ് 2025. സുതാര്യതയും വളർച്ചയും ആത്മവിശ്വാസവും മുൻനിർത്തി വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ ഉറച്ച ചുവടുകളോടെ മുന്നേറുന്ന കഥയാണ് ഈ പരിഷ്കരണങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നാടിൻ്റെ നൊമ്പരമായി സുഹാൻ. പാലക്കാട് ചിറ്റൂരിൽ നിന്നും ഇന്നലെ കാണാതായ സുഹാൻ എന്ന 6 വയസ്സുകാരൻ്റെ മൃതദേഹം കണ്ടെത്തി. 21 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ വീട്ടിൽ നിന്നും അകലെയുള്ള കുളത്തിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇത്രയും ദൂരം കുട്ടി എങ്ങനെ എത്തിയെന്നതിൽ ദുരൂഹത തുടരുകയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ
മുങ്ങിമരണം എന്നാണ് വ്യക്തമാവുന്നത്. ദുരൂഹത ഉയർന്ന സാഹചര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പാലക്കാട് ചിറ്റൂരിൽ കഴിഞ്ഞ ദിവസമാണ് 6 വയസ്സുകാരൻ സുഹാനെ കാണാതായത്. തുടർന്ന് വ്യാപക തിരച്ചിൽ ആരംഭിച്ചു. 21 മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ വീട്ടിൽ നിന്ന് 300 മീറ്റർ ദൂരെയുള്ള കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടി എങ്ങനെയാണ് അകലെയുള്ള കുളത്തിനടുത്ത് എത്തിയെന്നതാണ് നാട്ടുകാരെയും വീട്ടുകാരെയും കുഴയ്ക്കുന്ന ചോദ്യം. നേരത്തെ ആ കുട്ടി അതിലേ പോയിട്ടുണ്ടെന്ന് പറയുന്നു. നായ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടപ്പോഴാണുള്ളത് സുഹാൻ അധികം പുറത്തിറങ്ങാറില്ലായിരുന്നുവെന്നാണ് സമീപവാസികൾ പറയുന്നത്. സംഭവത്തിൽ പോലീസ് വിശദാന്വേഷണം നടത്തണമെന്ന് ചിറ്റൂർ നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. ഇത് വീടിന് ഒരു അല്പം അകലെയായിട്ട് ഒരു 100-300 മീറ്റർ അകലെയായിട്ടുള്ള മറ്റൊരു കുളമാണ്. ആ കുളത്തിലാണ് ഇപ്പോൾ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ആ കുളത്തിന്റെ ഒരു ഘടന ഒരു റോഡും റോഡിന്റെ സൈഡിൽ ഒരു കനാലിനപ്പുറമാണ് കുളം. അപ്പൊ ഈ കുളത്തിൽ അപകടത്തിൽപ്പെടാൻ നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെടാൻ ഒരു സാധ്യതയില്ലാത്തൊരു കുളമാണ്. അപ്പോൾ കുട്ടിയെ കുളത്തിലേക്കായിട്ട് സ്വമേധയാ ഇറങ്ങണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി ഇറക്കുക തന്നെ വേണം. അല്ലാതെ അപകടത്തിൽപ്പെടാൻ നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല അതിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന കിടക്കുന്നത്. അപ്പൊ അതൊന്ന് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങിമരണമെന്ന് വ്യക്തമായി. അമ്പാട്ടുപാളയം എരുമൻകോട് മുഹമ്മദ് അനസ് തൗഹിദ ദമ്പതികളുടെ ഇളയ മകനാണ് സുഹാൻ. സുഹാൻ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. സാധാരണ കുട്ടികൾ തമ്മിൽ ഉണ്ടാകാറുള്ള പിണക്കം മാത്രമായിരുന്നു അത്. എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതായതോടെയാണ് തിരച്ചിൽ നടത്തിയത്. ന്യൂസ് 18 പാലക്കാട്. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ കൂറുമാറിയ പഞ്ചായത്ത് അംഗങ്ങളെ അയോഗ്യരാക്കാൻ കോൺഗ്രസ് BJPയെ പിന്തുണച്ച 10 പേരെയും സസ്പെൻഡ് ചെയ്തു. അതേസമയം കൂറുമാറ്റം കുപ്രചാരണമാണെന്നും DCC വിപ്പ് പോലും നൽകിയില്ലെന്നും നടപടി നേരിട്ടവർ വ്യക്തമാക്കി. ആരും BJPയിൽ ചേർന്നിട്ടുമില്ല. തങ്ങളോട് ആരും ഇതുവരെ വിശദീകരണം ചോദിച്ചിട്ടില്ല. ചതിക്ക് മറുപടി മറുചതി അതേ ചെയ്തിട്ടുള്ളൂവെന്നും അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മറ്റത്തൂരിൽ കോൺഗ്രസിലെ ആരും BJPയിലേക്ക് പോയിട്ടില്ലെന്നും അങ്ങനെ പോകണമെന്നത് മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങളിൽ തിളങ്ങുകയാണ് ടൂറിസ്റ്റ് കേന്ദ്രമായ ഭൂതത്താൻകെട്ട് ഡാം. വ്യത്യസ്ത നിറത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് വർണ്ണാഭമായ ഡാം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊപ്പം ഒരു വെളിച്ചോത്സവവും. കോതമംഗലത്തെ ടൂറിസ്റ്റ് കേന്ദ്രമായ ഭൂതത്താൻകെട്ട് ഡാം ലൈറ്റുകളിൽ തിളങ്ങുകയാണ്. വെള്ളി വെളിച്ചത്തിനൊപ്പം തുറന്ന ഷട്ടറുകളിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ കാഴ്ചയും ചേർന്നപ്പോൾ രാത്രിയിൽ ഭൂതത്താൻകെട്ട് വിസ്മയ കാഴ്ചയാണ്. LED അലങ്കാരങ്ങളുടെ ഈ വർണ്ണ തിളക്കം കാണാൻ സന്ദർശകരുടെ ഒഴുക്കാണ്. സന്ദർശകർ കൂടുതലും കുടുംബസമേതമാണ് എത്തുന്നത്. ഫോട്ടോകളും സെൽഫികളും പകർത്തി അവധി ദിനങ്ങളിലെ രാത്രി ആഘോഷമാക്കുകയാണ് സന്ദർശകർ. ന്യൂസ് 18 കോതമംഗലം. നവമാധ്യമങ്ങളിലൂടെ ആശംസാ സന്ദേശങ്ങൾ കൈമാറുന്ന ഈ കാലത്ത് സ്കൂളിലെ 1036 സഹപാഠികൾക്കും ന്യൂ ഇയർ കാർഡ് അയച്ചു നൽകിയ ഒരു കുട്ടിയെ പരിചയപ്പെടാം. അതും പോസ്റ്റ് കാർഡിൽ സ്വയം ചിത്രങ്ങൾ വരച്ചാണ് കാർഡുകൾ തയ്യാറാക്കിയത്. ന്യൂ ഇയർ കാർഡുകൾക്ക് വേണ്ടി കാത്തിരുന്ന കുട്ടികളെല്ലാം ഇപ്പോൾ വളർന്നു വലുതായി. സമൂഹ മാധ്യമങ്ങളുടെ പുതുകാലത്ത് കാർഡുകളും അതുവഴിയായി. ആ കാലത്താണ് ഒരു 5ാം ക്ലാസ്സുകാരി പഠിക്കുന്ന സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ന്യൂ ഇയർ കാർഡ് അയച്ചത്. അതും പോസ്റ്റ് കാർഡിൽ സ്വയം ചിത്രം വരച്ച് പേരും മേൽവിലാസവും എഴുതി. ഇത് ഫസ്ന ഫൈസൽ, ആലപ്പുഴ കറ്റാനം സെന്റ് തോമസ് സ്കൂളിലെ 5ാം ക്ലാസ്സുകാരി. ആലപ്പുഴ ഭരണിക്കാവ് ഇലഞ്ഞിത്തറ വീട്ടിൽ ഫൈസൽ സലാമിന്റെയും സോണിയ യാക്കൂബിന്റെയും മകൾ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ക്രിസ്മസ് കാർഡ് വരച്ച് അയച്ചു നൽകി തുടങ്ങിയതാണ് ഫസ്ന. ഫസ്ന തന്നെ പറയട്ടെ കാർഡിന്റെ കഥ.
ഇക്കൊല്ലവും അതുപോലെ ഞാൻ മിറർ ഇമേജ് എഴുതിയാണ് കൊടുക്കുന്നത്. ആ സ്കൂളിലുള്ള 1036 കുട്ടികൾക്കും ഈ മിറർ ഇമേജ് ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും കൗതുകമാണ്. എൻ്റെ ഉമ്മയും വാപ്പയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് എഴുതാനായിട്ട്. ഒരു ദിവസം ഞാൻ 1 മണിക്കൂറൊക്കെ വീതമാണ് ഞാൻ എഴുതുന്നത്. ഫോൺ കാണുന്നതും TV കാണുന്ന സമയത്തിന് ഞാൻ ഇത് എഴുതാൻ വേണ്ടി ഉപയോഗിക്കും. ന്യൂസ് 18 ആലപ്പുഴ. കണ്ണൂർ പയ്യന്നൂരിൽ സംസ്ഥാനതല കളരിപ്പയറ്റ് പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ 4ാമത് പവർ ഫെസ്റ്റാണ് കളരി അഭ്യാസികൾക്ക് അങ്കത്തട്ടൊരുക്കി. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിന്റെ സംസ്ഥാനതല പ്രദർശന മത്സരമാണ് ഇത്തവണ പവർ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നത്. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര മൈതാനിയിൽ സജ്ജമാക്കിയ കളരിത്തട്ടിൽ പ്രശസ്ത കളരി സംഘങ്ങൾ അഭ്യാസ മികവ് പ്രദർശിപ്പിച്ചു. വാശിയേറിയ മത്സരത്തിൽ 253 പോയിന്റുകൾ നേടി പയ്യമ്പള്ളി കളരി 1ാം സ്ഥാനവും 244 പോയിന്റുകളോടെ വിശ്വഭാരത് കളരി 2ാം സ്ഥാനവും നേടി. 220.5 പോയിന്റ് നേടിയ ശ്രീദുർഗ കളരിക്കാണ് 3ാം സ്ഥാനം. TI മധുസൂദനൻ MLA മത്സരം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PA സന്തോഷ് സമ്മാനദാനം നിർവഹിച്ചു. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി അനവധി പേരാണ് കളരിയാഭ്യാസം കാണാനെത്തിയത്. ന്യൂസ് 18 പയ്യന്നൂർ. വയനാടിന്റെ ജൈവ വൈവിധ്യ ഭൂപടത്തിൽ പ്രധാനമായിട്ടുള്ള പനമരം കൊറ്റില്ലം നാശത്തിന്റെ വക്കിലാണ്. ഓരോ മഴക്കാലത്തും പുഴയിലേക്ക് ഇടിഞ്ഞു താഴുന്ന കൊറ്റില്ലം സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന പരാതി ശക്തവുമാണ്. ലക്ഷങ്ങൾ മുടക്കി പണി തുടങ്ങിയ ബൈനാക്കുലർ ടവറും വർഷങ്ങളായി അനാഥമായി കിടക്കുന്നതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാർ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളുടെ പ്രിയപ്പെട്ട താവളമാണ് വയനാട്ടിലെ പനമരം കൊറ്റില്ലം. കബനിപ്പുഴയുടെ കൈവഴികൾ സംഗമിക്കുന്ന ഈ തുരുത്തിൽ ഏഷ്യയിൽ തന്നെ അപൂർവമായി കാണുന്ന കാലിക്കൊക്ക്, ഇടക്കൊക്ക്, ചാരക്കൊക്ക്, ചെറുമുണ്ടി, ചേരക്കോഴികൾ, പാതിരക്കൊക്കുകൾ, ചിന്നമുണ്ടി, കാലിമുണ്ടി, പെരുമുണ്ടി തുടങ്ങി സൈബീരിയൻ കൊക്കുകളടക്കം നിരവധി ഇനങ്ങളാണ് പ്രജനനത്തിനായി എത്തുന്നത്. പക്ഷി നിരീക്ഷകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പനമരത്തെ ഈ പക്ഷി സങ്കേതം. പക്ഷികൾ കൂടുകൂട്ടാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്ന ഇവിടുത്തെ സമൃദ്ധമായ മുളങ്കൂട്ടങ്ങൾ പ്രളയത്തിലും മറ്റുമായി പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. 1 ഏക്കറിലധികം വിസ്തൃതി ഉണ്ടായിരുന്ന കൊറ്റില്ലം ഇപ്പോൾ 50 സെന്റിൽ താഴെയായി ചുരുങ്ങി. വശങ്ങൾ ഇടിഞ്ഞും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടും കൊറ്റില്ലം അപകടാവസ്ഥയിലായിട്ടും സംരക്ഷണ ഭിത്തി കെട്ടാൻ അധികൃതർ തയ്യാറാകുന്നില്ല. 2019 സോഷ്യൽ ഫോറസ്ട്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങളെല്ലാം ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ്. 20-ൽ പരം ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷികൾ വർഷാവർഷം വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2000-ൽ കൂടുതൽ പക്ഷികൾ നിലവിൽ എല്ലാ മെയ് മാസവും വന്ന് ഒരു ഡിസംബർ പകുതിയോടെ ഇവിടുന്ന് പല വേറെ ഭൂഖണ്ഡത്തിലിട്ട് പോകാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഒരു മെയ്യിൽ ആണ് ഇനി ഈ ദേശാടന പക്ഷികൾ ഈ കുറ്റത്ത് വരുള്ളൂ. കുറ്റില്ലത്ത് ഇപ്പോൾ 2 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം കുറ്റില്ലം നാശത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മളത് സംരക്ഷിച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട സോഷ്യൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പനമരം BMCയും ചേർന്നാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു 2-3 വർഷം മുന്നേ കുറച്ച് മുളകളും വെച്ചു എന്നല്ലാണ്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി കുറേ മുളകളും ഓടകളൊക്കെ വെച്ച് അത് സംരക്ഷിച്ചാൽ മാത്രമേ കൊറ്റില്ലം നിലനിന്ന് പോവുകയുള്ളൂ. കൊറ്റില്ലത്തിന്റെ നാശം ഒരു വശത്ത് തുടരുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയ ടൂറിസം പദ്ധതികളും അധികൃതർ പാഴാക്കുകയാണ്. പക്ഷികളെ നിരീക്ഷിക്കാനായി പനമരം വലിയ പാലത്തിന് സമീപം നിർമ്മാണം ആരംഭിച്ച ബൈനാക്കുലർ ടവർ 10 വർഷമായി അനാഥമായി കിടക്കുന്നു.
ആദ്യം പണിത കെട്ടിടം അപാകതകൾ മൂലം പൊളിച്ചു നീക്കി രണ്ടാമത് തുടങ്ങിയ നിർമ്മാണം ഒന്നാം നിലയുടെ വാർപ്പ് കഴിഞ്ഞതോടെ നിലച്ചു. ഇന്ന് ഈ കെട്ടിടം കാടുമൂടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഒരു ടവർ സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പനമരം പോലീസ് സ്റ്റേഷൻ റോഡിൽ ടൗണിനോട് ചേർന്ന് ഒരു ഏകദേശം 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അറിയാം, ഇപ്പോഴത്തെ കണക്ക് തന്നെ അതൊരു 60 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 10 വർഷമായി ഈ കാട് മൂടിക്കിടക്കുന്ന ഈ കെട്ടിടത്തിന് ഒരു പരിപാടി ഇതുവരെ ഒരു പരിപാടി നടത്താനോ അല്ലെങ്കിൽ അതൊരു കാട് നീക്കുവാനോ ഇതിനുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവർ സാമൂഹ്യ ദ്രോഹികളാണ് ഇതിനകത്ത് മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഏതെങ്കിലും നിലക്ക് ടവർ ബൈനോക്കുലർ ടവർ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേറെ വനപഞ്ചായത്തിനെങ്കിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ടൗണിന്റെ പുരോഗതിക്കായ രീതിയിൽ ഈ കെട്ടിടത്തിനെ ഉപയോഗപ്പെടുത്തണമെന്ന് നാട്ടുകാരെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ജില്ലയിലെ ടൂറിസം മേഖലയുടെ തന്നെ അവിഭാജ്യ ഘടകമായ ഈ പക്ഷിസങ്കേതം ഇല്ലാതാകുന്നത് വയനാടിന് നികത്താനാവാത്ത നഷ്ടമാണ്. ദേശാടന പക്ഷികൾക്കായി പ്രകൃതി കാത്തുവെച്ച ഈ വിസ്മയം ഇല്ലാതാകുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ജൈവ വൈവിധ്യമാണ് പുഴയോട് ചേരുന്നത്. മുൻ MP രാഹുൽ ഗാന്ധി നേരിട്ടെത്തി സംരക്ഷണം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചിട്ടും നടപടികൾ ഫയലുകളിൽ വിശ്രമിക്കുകയാണ്. അപൂർവങ്ങളായ ഈ പക്ഷിക്കൂട്ടങ്ങളുടെ നിലനിൽപ്പിനും കൊറ്റില്ലത്തിന്റെ സംരക്ഷണത്തിനും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പനമരത്തിന്റെ അടയാളമായ ഈ പച്ചത്തുരുത്ത് വരും തലമുറയ്ക്ക് മുന്നിൽ വെറും ചരിത്രരേഖകളിൽ മാത്രമായി ഒതുങ്ങും. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ഗതാഗത കുരുക്ക് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് മുക്കം അഗസ്ത്യമുഴി അങ്ങാടി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത കടന്നുപോകുന്ന അഗസ്ത്യമുഴി അങ്ങാടിയിൽ നാട്ടുകാരും യാത്രക്കാരും വലിയ പ്രയാസത്തിലാണ്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം അഗസ്ത്യമുഴി അങ്ങാടിയിൽ നിത്യേന ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് മൂലം നാട്ടുകാരും യാത്രക്കാരും ഏറെ പ്രയാസപ്പെടുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ മുതൽ രാത്രി വരെ കിലോമീറ്ററോളമാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത്. തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഗതാഗത കുരുക്ക് മൂലം അഗസ്ത്യമുഴിയിലെ കച്ചവടക്കാർക്ക് കച്ചവടമില്ലാതെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് ഓട്ടമില്ലാതെയും പ്രയാസപ്പെടുകയാണ്. ഇവിടെ ഡെയിലി ബ്ലോക്കാണ്. ഇവിടുത്തെ ബ്ലോക്ക് രാവിലെ തുടങ്ങി രാത്രി 8 മണി വരെ ബ്ലോക്കാണ്. കാര്യമായിട്ട് ഇവിടെ ഈ ആൽമരമാണ് പ്രശ്നം. പിന്നെ വ്യാപാരികളൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. കച്ചവടങ്ങളൊന്നുമില്ല. ആദ്യകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ വണ്ടി നിർത്തി ചായ കുടിക്കാനൊക്കെ ആൾക്കാർ ഇപ്പോൾ ആൾക്ക് വളരെ പ്രതിസന്ധിയിലാണ്. രാവിലെ തുടങ്ങുന്ന ബ്ലോക്ക് രാത്രി 8 മണി വരെ ബ്ലോക്കാണ്. പിന്നെ ഒരു പരിഹാരം കാണണമെന്നാണ്, എത്രയും പെട്ടെന്ന് കാണുന്നത്. അപകടങ്ങളും ഇവിടെ ഫയർ സ്റ്റേഷന്, പോലീസ് സ്റ്റേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു വണ്ടി പോകാൻ വളരെ ഇതാണ്. പിന്നെ നാട്ടുകാരെ ഇടപെട്ട് ഇറങ്ങി തിരിച്ചാണ് ഈ പ്രതിസന്ധി തീർക്കുന്നത്. അതും വളരെ ബുദ്ധിമുട്ടുള്ള കാരണം എന്നാണ്. ക്യാൻസിഡിലേക്ക് രോഗികളെ കൊണ്ട് പെട്ടെന്ന് പോകുകയാണെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആയിട്ടാണ് അവിടെ രോഗികൾ എത്തുക. ഇപ്പോൾ ഒരു 15 മിനിറ്റോളായി ബസ്സിന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് കൊണ്ട് ഈ അഗസ്ത്യമുഴി ഇടക്കിടക്ക് ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബസ് ചിലപ്പോൾ മുക്കത്തിന് റൂട്ട് മാറ്റി മറ്റേ വഴിയായിരിക്കും പോകുന്നത്. അഗസ്ത്യമുഴി നിൽക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി വരും. ഇപ്പൊ എമർജൻസി ആയിട്ട് പോകേണ്ട കേസിലൊക്കെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ അഗസ്ത്യമുഴി ബ്ലോക്കിന് എന്തെങ്കിലും ഒരു പദ്ധതി വേണം. ബസ്സുകൾ വൈകി എത്തുന്നതും വഴിതിരിച്ചു വിടുന്നതും യാത്രക്കാരെ വലയ്ക്കുന്നു. ഇവിടെ യാത്രക്കാർക്ക് മൊത്തം ബുദ്ധിമുട്ടാണ്. ബസ്സുകാർക്കും ബുദ്ധിമുട്ടാണ്, ഓട്ടോക്കാർക്ക് ബുദ്ധിമുട്ടാണ്, കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടതാണ്. ഭരണകൂടം ഇതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്. എപ്പോഴും നല്ല ബ്ലോക്കാണ് ഇവിടെ. ഒരു 30 രൂപയുടെ ഓട്ടം പോന്നാലും ഇറങ്ങാറാ. ഈ ഡീസൽ തീർന്നു പോകും, അത്രേ ഉള്ളൂ. ബ്ലോക്കർ 9 ബ്ലോക്കാണ്. ഈ മരമാണ് ഏറ്റവും ഈ എത്തുന്ന ശാപം. അത് മാറ്റിയാലേ തന്നെ ഇത്രയും ബ്ലോക്ക് മാറുള്ളൂ. ഒരു വീട്ടിൽ തന്നെ നിരന്തരം 5-6 വണ്ടിയുള്ള ഓരോ വീടുകളുണ്ട്. തന്നെ നിരന്തരം ഒരു വീട്ടിൽ തന്നെ 4-5 വണ്ടി പുറത്തിറങ്ങുമ്പോഴുള്ള സൈറ്റിംഗ്. ഈ മരം മുറിച്ചാൽ മാത്രമേ ഈ തിരക്ക് നമുക്ക് മാറ്റാൻ സാധിക്കൂ. സംസ്ഥാന പാതയ്ക്ക് നടുവിലുള്ള മരം മുറിച്ചു മാറ്റി റോഡ് വീതി കൂട്ടിയോ ബദൽ ബൈപ്പാസോ ഫ്ലൈ ഓവറോ നിർമ്മിച്ച് ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. വൈറലായ പാലത്തിൽ ചിത്രീകരിച്ച അയ്യപ്പ ഭക്തി ഗാനവും ശ്രദ്ധേയമാവുകയാണ്. പിന്നണി ഗായകൻ MG ശ്രീകുമാറിന്റെ സംഗീത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആലപിച്ച അയ്യപ്പ ഭക്തി ഗാനമായ ശാസ്താ തീർത്ഥയാണ് മണ്ഡല മകരവിളക്ക് കാലത്ത് ഏറെ ആസ്വാദ്യകരമാണ്. സ്വാമി 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 എന്നൊരു ദേവനുണ്ടേ, മല 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 ശബരി വാഴും ദേവനുണ്ടേ, അയ്യനയ്യൻ എന്നൊരു ദേവനുണ്ടേ, മലമുകളിൽ പരമരുളും പൊന്നു സ്വാമി, സ്വാമി 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 എന്നൊരു ദേവനുണ്ടേ. ശബരിമല യാത്രയ്ക്ക് പോകുന്ന അയ്യപ്പ സംഘത്തിന് യാത്രാമധ്യേ ഇടത്താവളത്തിലുണ്ടാകുന്ന അനുഭവങ്ങളാണ് ശാസ്താതീർത്ഥത്തിന്റെ ഇതിവൃത്തം.
ഉദ്ഘാടനത്തിന് മുൻപ് ജനശ്രദ്ധ നേടിയ അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലത്തിലാണ് മനോഹരമായ ഭക്തിഗാനം ഒരുക്കിയത്. ശ്രാവണിയാണ് മാളികപ്പുറമായി വേഷമിട്ടിരിക്കുന്നത്. 4 വയസ്സുള്ള ശ്രാവണി മുതൽ 54 വയസ്സുള്ള രാജേഷ് കൃഷ്ണ വരെ ഗാനത്തിന് ശബ്ദം നൽകി. പുറ്റിങ്ങൽ ആയിരവല്ലി ക്ഷേത്രത്തിലെയും ചിറക്കര ആയിരവല്ലി മഹാദേവർ ക്ഷേത്രത്തിലെയും കാനനഭംഗി മനോഹരമായി ആൽബത്തിൽ പകർത്തിയിട്ടുണ്ട്. ശാസ്താതീർത്ഥം ഗായകൻ MG ശ്രീകുമാറിന്റെ ഒഫീഷ്യൽ പേജിലും ഉൾപ്പെടുത്തി. എന്നിലുള്ള കരിമ്പുലികൾ ശാസ്താതീർത്ഥത്താൽ അകറ്റി എനിക്കേകി മറുജന്മം. ജാതി മത ഭേദമില്ല, വിഷസർപ്പങ്ങളില്ല, തത്വമസി പൊരുൾ മാത്രം ഏകുമയ്യൻ. പുരുഷാരവ സുതി ചേർത്തൻ ചരണമന്ത്രമുഴുകവേ കനന മുകളിൽ ജ്യോതിസായി തെളിയാ പുണ്യമായി നിറയാൻ മാത്രം. അയ്യപ്പ സ്വാമി ന്യൂസ് 18 നെയ്യാറ്റിൻകര. പ്രശസ്ത ഫ്രഞ്ച് ചലച്ചിത്ര താരം ബ്രിജിറ്റ് ബാഡോ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. നൂറ്റാണ്ടിൻ്റെ ഇതിഹാസമായിരുന്നു ബാഡോ എന്നനുസ്മരിച്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ താരത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. 1950കളിലും 60കളിലും ബാഡോ നിരവധി ഹിറ്റുകളിൽ അഭിനയിച്ചു. ലിംഗവിവേചനം പ്രമേയമായിട്ടുള്ള ആൻഡ് ഗോഡ് ക്രിയേറ്റഡ് വുമൺ ഉൾപ്പെടെയുള്ള സിനിമകൾ ശ്രദ്ധേയമായിരുന്നു. മൃഗക്ഷേമത്തിനായി നടത്തിയ പ്രവർത്തനങ്ങളെ ബ്രിജിറ്റ് ബാഡോ ഫൗണ്ടേഷൻ അനുസ്മരിച്ചു. സ്വർണം വെള്ളി നിരക്കിൽ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 13,055, പവന് 1,04,440. 18 കാരറ്റ് ഗ്രാമിന് 10,830, പവന് 86,640. വെള്ളി ഗ്രാമിന് 260 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. 11:06 പൂർണ്ണമാവുകയാണ്.